Dr. A. M. Unnikrishnan, researcher, author, Senator Member of Kerala University, and General Editor of Chattambiswamy Padanangal. Sir, please. അഭിവന്ദരായ ഗുരുജനങ്ങൾക്കും പ്രിയ സുഹൃത്തുക്കൾക്കും ഈ സായം സന്ധ്യയിൽ എൻ്റെ വിനീതമായ നമസ്കാരം. ലീലാപ്രഭു എന്ന നോവലിൻ്റെ 2ാം പതിപ്പിൻ്റെ പ്രകാശന കർമ്മം സമംഗളം സാധ്യമായി തീർന്ന ഈ വേദിയിൽ എഴുത്തുകാരൻ ഡോക്ടർ സുധീർ കിടങ്ങൂരിന് എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ശോഭനമായ ഭാവി ജീവിതം പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. ചട്ടമ്പിസ്വാമികളെ സംബന്ധിച്ച് ഒരു നോവൽ പരമ്പര സമീപകാലത്ത് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലാദ്യത്തത് വൈക്കം വിവേകാനന്ദൻ രചിച്ച മഹാപ്രഭു എന്ന നോവലാണ്. അതിനെ തുടർന്ന് കൈതയ്ക്കൽ സോമക്കുറുപ്പിൻ്റെ മഹാമുനി എന്ന നോവൽ വന്നു. അതിനുശേഷം ഡോക്ടർ സുധീർ കിടങ്ങൂറിൻ്റെ ലീലാപ്രഭു, അടുത്ത കാലത്ത് മാസങ്ങൾക്ക് മുൻപ് വയലാർ മാധവൻകുട്ടി രചിച്ച നോവലും വരികയുണ്ടായി. ഇതുപോലെ മറ്റ് സാഹിത്യ മേഖലകളിലും സ്വാമികളുമായി ബന്ധപ്പെട്ട രചനകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷ ഘട്ടമാണ് ഇത്. അത് നമ്മുടെ ആചാര്യന്മാരെ കുറിച്ചും അവരുടെ അക്ഷയമായ സംഭാവനകളെ കുറിച്ചുമുള്ള അന്വേഷണത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടി എന്നതിൻ്റെ സൂചകമായിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്ന് കണക്കാക്കുന്നു. ഈ വൈകിയ വേളയിൽ എൻ്റെ വിഷയത്തെ മാത്രം കേന്ദ്രീകരിച്ച് സംസാരിക്കുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ വിചാരിക്കുന്നു. വന്നതിൽ പകുതി പേരും പോവുകയും ഇരിക്കുന്നവരിൽ തന്നെ എത്രയും വേഗം പോകാൻ ആശിക്കുകയും ചെയ്യുന്നവരാണ് എന്നെനിക്കറിയാം. വിദ്യാധിരാജ ദർശനം എന്നാണ് എനിക്ക് തന്നിട്ടുള്ള വിഷയം. ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് എന്നെപ്പോലെ ഒരാളിന് തീരെ അസാധ്യമാണ് എന്ന് ആദ്യം തന്നെ അറിയിക്കുകയാണ്. ചട്ടമ്പിസ്വാമികളെ കുറിച്ച് ഒരു ഗ്രന്ഥം, ജീവചരിത്രപരമായ ഗ്രന്ഥം രചിക്കണം എന്ന അപേക്ഷയുമായിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യൻ നീലകണ്ഠ തീർത്ഥവാദ സ്വാമികളെ സമീപിച്ച വ്യക്തിയോട് അഥവാ വ്യക്തികളോട് അദ്ദേഹം നൽകിയ മറുപടി നമ്മൾ ആലോചിക്കേണ്ട മറുപടിയാണ്. നീലകണ്ഠ തീർത്ഥവാദ സ്വാമികൾ പറഞ്ഞ മറുപടി അഹോ പരബ്രഹ്മത്തിന്റെ ജീവചരിത്രം രചിക്കുകയോ എന്നതാണ്. ബ്രഹ്മത്തിന്റെ ജീവചരിത്രം രചിക്കാൻ ബ്രഹ്മത്തിന്റെ സൗജന്യം കൊണ്ട് ജന്മം സിദ്ധിച്ച ഏതൊരു പരിമിതാത്മാവിനാണ് സാധിക്കുക, ജീവാത്മാവിനാണ് സാധിക്കുക എന്നുള്ള വ്യംഗ്യമാണ് ആ ചോദ്യത്തിൽ അന്തർലീനമായിരുന്നത്. അപ്പോ സാക്ഷാത്കാര അനുഭവം കൈവന്ന ഒരു മഹർഷീശ്വരന് പോലും ഗുരുനാഥനായ ബ്രഹ്മമൂർത്തിയെ കുറിച്ചൊരു ഗ്രന്ഥം രചിക്കാൻ സാധിക്കുകയില്ല എന്നിരിക്കെ ആ നിലയുടെ സമീപത്ത് എങ്ങും എത്തിച്ചേരാൻ സാധിക്കാത്ത നമ്മളെപ്പോലുള്ളവർക്ക് അങ്ങനെ ഒരു ചിന്ത ഉദിക്കുന്നത് തന്നെ സാഹസമാണ് എന്ന് പറയേണ്ടതില്ലല്ലോ. എങ്കിലും നമ്മൾ ശ്രമിക്കണം. അതാണ് ഗുരുക്കന്മാർ നമുക്ക് കാട്ടി തന്നിട്ടുള്ള മാർഗം. ഗീതയിൽ പറയുന്നത് പോലെ വ്യവസായാത്മികയായിട്ടുള്ള ബുദ്ധിയുടെ പ്രവർത്തനം ആ വിധത്തിൽ വിനിയോഗിക്കാൻ തന്നെയാണ് ഗുരുക്കന്മാരുടെ നിർദ്ദേശം. അതുകൊണ്ട് അത് ചെയ്യുക തന്നെ വേണം. ചട്ടമ്പിസ്വാമികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അദ്ദേഹം വിദ്യ സമാർജിച്ചതിനെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. സ്വാമികൾ പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ട്, നമുക്ക് വിദ്യ അഭ്യസിക്കുക എന്ന് വെച്ചാൽ മറവി തീർക്കലാണ്. വിദ്യ അഭ്യസിക്കുക എന്ന് വെച്ചാൽ മറവി തീർക്കുക എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഭാരതീയമായ ദർശനം നമുക്ക് മുന്നിൽ കാഴ്ചവച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥഭൂപടം ജന്മജന്മാന്തര സുകൃതം കൊണ്ട് കൈവരിക്കുന്ന ജ്ഞാനപരിഭാഗത്തെ സാക്ഷാത്കാരം എന്ന പരമമായ മുക്തി നിലയിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളതിന് ഉപയുക്തമാകുന്ന ഒരു മാർഗം, വിദ്യയുടെ മാർഗം. അത് ഏത് വിദ്യ? ആത്മവിദ്യ, അധ്യാത്മവിദ്യ. അതിന്റെ മാർഗം അത് മറവി തീർക്കലാണ് എന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെയുള്ള വിദ്യ കിട്ടുന്നതിന് വേണ്ടി അതിന് മുന്നോടിയായിട്ട് ഏതേതെല്ലാം വാതിലുകളുടെ മുന്നിൽ ചെന്ന് മുട്ടി വിളിക്കാമോ അതെല്ലാം അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും അദ്ദേഹത്തിന് ജാതിയോ മതമോ ലിംഗമോ തുടങ്ങിയിട്ടുള്ള വിവേചനങ്ങൾ, മനുഷ്യകൃതമായിട്ടുള്ള പരിമിതികൾ തടസ്സമായി വർത്തിച്ചിട്ടുമില്ല. തിരിച്ച് വിദ്യാ വിതരണം നടക്കുന്നതിൽ, ജ്ഞാന വിതരണം നടത്തുന്നതിലും അദ്ദേഹം അങ്ങനെയുള്ള യാതൊരു പരിഗണനയും ഒരിക്കലും സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല. അതിന്റെ കാരണം
അദ്ദേഹം 27-ാമത്തെ വയസ്സിൽ സാക്ഷാത്കാര നില പ്രാപിച്ചു എന്നുള്ളതാണ്. സാക്ഷാത്കാരം എന്ന നില എന്താണ് എന്ന് പറയണമെങ്കിൽ സാക്ഷാത്കാരം കൈവന്നിരിക്കണം. സാക്ഷാത്കാരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുക എന്നുള്ള പടിക്ക് അവരാരും തയ്യാറാവുകയുമില്ല. അതുകൊണ്ട് നമ്മളെ പോലെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ശബ്ദം ഇങ്ങനെ വെറുതെ വിനിയോഗിക്കാം. പക്ഷെ ശബ്ദം വിനിയോഗിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഉച്ചരിക്കുന്ന ഏത് വാക്കും ഓങ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു തലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ നല്ലത്, പ്രയോജനപ്രദമായത്, അനശ്വരമായതാണ് നമ്മുടെ വായിൽ നിന്നും ഉച്ചരിതമാകുന്നതെങ്കിൽ ആ പ്രണവ മന്ത്ര അർച്ചനയുടെ സാഫല്യത്തിലേക്ക് അത് എത്തിച്ചേരും. അല്ലെങ്കിൽ മൗനിയായി വാചംയമിയായി തുടരും. മൗനികൾക്കും ഭാഷണം സാധ്യമാകും. മൗനഭാഷിണി എന്നൊക്കെ ഗുരുക്കന്മാര് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതിലേക്കും തൽക്കാലം കടക്കുന്നില്ല. സ്വാമിയുടെ ധിഷണയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഗ്രഹണശക്തിയെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോൾ ഒറ്റ ഉദാഹരണം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശബ്ദധാരാവലികാരനായിട്ടുള്ള ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള ശബ്ദധാരാവലി രചന പൂർത്തിയാക്കിയതിനു ശേഷം പെരുന്താന്നിയിൽ ഒരു വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന സ്വാമികളെ കൊണ്ട് കാണിച്ച പുസ്തകം. കാരണം സ്വാമിയുടെ ഒരു ആശീർവാദം, കടാക്ഷം, അനുഗ്രഹം കൈവരികയാണെങ്കിൽ അത് ജ്ഞാനപീഠത്തിനെയോ നോബൽ സമ്മാനത്തിനെയോ ഒക്കെ അതിശയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം ആ വിവേകം ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് അദ്ദേഹം കൊണ്ട് കാണിച്ചു. സുഖം എന്ന വാക്കിന് ഞാൻ നിഘണ്ടുവിൽ അർത്ഥം പറഞ്ഞിട്ടുണ്ടെന്നിരിക്കലും സുഖം എന്നത് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആളാണ് ഞാൻ എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ആളാണ് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള എന്ന് കൂടി ഓർത്തുകൊള്ളുക. അദ്ദേഹം കൊണ്ട് സ്വാമികളെ പുസ്തകം ഏൽപ്പിച്ചു. സ്വാമി അതൊന്ന് നോക്കി. അദ്ദേഹം ചട്ടമ്പിസ്വാമികളുടെ വായനയുടെ രീതി മലർന്നു കിടന്നിട്ട് തലയ്ക്ക് മുകളിൽ പുസ്തകം ഇങ്ങനെ പിടിക്കും, പുസ്തകം അങ്ങനെ തന്നെ ഇരിക്കും, കടലാസുകൾ തള്ളവിരലിൽ കൊണ്ട് ഇങ്ങനെ മറിച്ചു വിടും, തല ഇങ്ങനെ മാറ്റും. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വായന. 500 പേജുള്ള ഒരു പുസ്തകം വായിക്കാൻ 1 മിനിറ്റ് മതി സ്വാമിക്ക്. ഈ കടലാസുകൾ ഇങ്ങനെ പോയാൽ മതി, അദ്ദേഹത്തിന് അത് മുഴുവൻ പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ നിഘണ്ടു മുഴുവൻ ഇങ്ങനെ ഒന്ന് മറിച്ചു നോക്കിയതിനു ശേഷം സ്വാമി ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ളയോട് പറഞ്ഞു, ആർഭാടമില്ലെങ്കിലും നന്നായിട്ടുണ്ട്. ബുദ്ധിമാനാണ് ശ്രീകണ്ഠേശ്വരം പത്മനാഭപിള്ള. അതുകൊണ്ടാണല്ലോ ശബ്ദധാരാവലി ഉണ്ടായത്. വേറെ ഉണ്ടായിട്ടുണ്ട്. ഉടൻ തന്നെ അദ്ദേഹം തിരിച്ചു വാങ്ങിച്ചിട്ട് മറിച്ചു നോക്കിയപ്പോൾ ആ കഴിഞ്ഞ് ആ എന്ന ദീർഘസ്വരത്തിൽ ആർഭാടം എന്ന വാക്കില്ല. അപ്പൊ ചട്ടമ്പിസ്വാമികളുടെ കണ്ണുകൾ ആ വാക്ക് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആർഭാടമില്ലെങ്കിലും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം അത് പരിഹരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ധാരണ, ഗ്രഹണം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരൊറ്റ ഉദാഹരണം പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇനി നമ്മൾ എപ്പോഴും എടുത്തിട്ട് അധികമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണല്ലോ നവോത്ഥാനം. ഈ നവോത്ഥാനത്തെ കുറിച്ചുള്ള നമ്മുടെ വീക്ഷണത്തിലും ചില പരിമിതികൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. നവോത്ഥാനം എന്ന ആ ഒരു സമൂഹ നവീകരണ ഘട്ടം, പ്രവർത്തന പരമ്പര സംഭാവന ചെയ്തവര് പലരും പാശ്ചാത്യരായിരുന്നു, യൂറോപ്യന്മാരായിരുന്നു. അവർക്ക് വ്യക്തമായിട്ടൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഭാരതത്തിൽ, കേരളത്തിൽ സാധ്യമാകുന്ന നവോത്ഥാനം തങ്ങളുടെ ലക്ഷ്യം, ആഗ്രഹം നിറവേറ്റുന്ന വിധത്തിൽ തന്നെ ആകണം എന്ന്. അതുകൊണ്ട് ശാസ്ത്രീയത, യുക്തിസഹത, യുക്തിപരത തുടങ്ങിയിട്ടുള്ള ചില നിബന്ധനകൾ, വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് നവോത്ഥാനത്തെ അവർ നിർവചിച്ചതും നിർണയിച്ചതും നമുക്ക് സംഭാവന ചെയ്തത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ചില വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയും, ശാസ്ത്രീയമല്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയും, യുക്തിയെ കുറിച്ചും പറയും. എന്താണ് ശാസ്ത്രീയത, ഏതാണ് അതിന്റെ ഉപാധി എന്ന് ചോദിച്ചാൽ അത് ഫലം തരുന്നതായിരിക്കണം, പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഫലം തരുന്നതായിരിക്കണം. പരീക്ഷണത്തിന് ഏതേതെല്ലാം സംവിധാനങ്ങൾ മാത്രമാണ് എന്ന വ്യവസ്ഥ വയ്ക്കുമ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഭാരതം നടത്തിയ നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങളുടെ പാരമ്പര്യത്തെ സമർത്ഥമായിട്ട് റദ്ദ് ചെയ്യാൻ സാധിക്കും. ഒരുപക്ഷെ ഉപകരണങ്ങളും പരീക്ഷണശാലകളും കൂടാതെ തന്നെ സാധ്യമായിട്ടുള്ള പരീക്ഷണങ്ങളെ കുറിച്ചുള്ള ആ മഹാപാരമ്പര്യത്തെ, മഹിത പാരമ്പര്യത്തെ നിഷ്പ്രയാസം റദ്ദ് ചെയ്യുന്നതിന് അതിലൂടെ സാധ്യമായി തീരും. അപ്പൊ ശാസ്ത്രീയത എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാകും. യുക്തിപരതയെ കുറിച്ച് പറയുമ്പോഴും ആരുടെ യുക്തിയാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പുസ്തകം വായിക്കുന്നതിന് ചട്ടമ്പിസ്വാമിയുടെ ശേഷിയും സിദ്ധിയും അദ്ദേഹത്തിന്റെ മറ്റു കാര്യങ്ങളിലുള്ള യുക്തിയും പറഞ്ഞല്ലോ. ആ യുക്തിയുടെ ഏതെങ്കിലും അയൽവകത്ത് നമ്മുടെ ആരുടെയെങ്കിലും യുക്തി എത്തുമോ?
അപ്പൊ എന്റെ യുക്തിയോ സ്വാമിയുടെ യുക്തിയോ കൊണ്ടാണ്, ഏത് യുക്തിയാണ് നമ്മൾ മാനദണ്ഡമായിട്ട് സ്വീകരിക്കേണ്ട യുക്തി? അതിനുമില്ല ഒരു പൊതു മാനദണ്ഡം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് നമുക്കൊരു നവോത്ഥാന വീക്ഷണം സമ്മാനിച്ച ആ കൊളോണിയൽ ശക്തിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായപ്പോൾ എന്തുണ്ടായി? മനുഷ്യന് വ്യക്തിബോധമുണ്ടായി, മനുഷ്യന് മാന്യതയെക്കുറിച്ചുള്ള വീക്ഷണമുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾ ഉയർന്നു വന്ന വ്യക്തികൾ ചേർന്ന് സംഘടിച്ച് സംഘടനകൾ ഉണ്ടായി. അങ്ങനെ കേരളത്തിൽ ജാതി സംഘടനകൾ, വർഗ സംഘടനകൾ ഉണ്ടായി. ആ ജാതി വർഗ സംഘടനകൾ അവരുടെ സംഘടിതമായ ശക്തിയും വിലപേശൽ ശക്തിയും വിനിയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അധീശത്വത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന, ഉയർന്നു ചെല്ലുന്ന ഒരു സ്ഥിതിവിശേഷവും കേരളത്തിൽ ഉണ്ടായി. അതുകൊണ്ടാണ് കേരളത്തിൽ നവോത്ഥാനം സാധ്യമായി എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ ഉണ്ടായിരുന്ന മനുഷ്യന്, ഒരു തലചായ്ക്കാൻ ഇടമില്ലാത്തവന്, തുണി ഉടുക്കാൻ സാധിക്കാത്തവന് ഇന്നും അത് തന്നെയാണല്ലോ സ്ഥിതിവിശേഷം. ആദിവാസിയുടെ സ്ഥിതിയും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ സ്ഥിതിയും അത് തന്നെയാണല്ലോ. ആരൊക്കെയാണോ ഭൂ ഉടമകളും ജന്മികളും ഒക്കെ ആയിരുന്നത്, അതേ സ്ഥാനത്ത് ഭൂ ഉടമയോ അടിയാളനോ കുടിയാനോ തൊഴിലാളിയോ അല്ലാതിരുന്ന ആളുകളാണ് കയറി വരികയും പുതിയ അധീശ ശക്തികളായിട്ട് പരിണമിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെ നവോത്ഥാനത്തിന്റെ സമർത്ഥമായിട്ടുള്ള ഒരു ഹൈജാക്കിംഗ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തു പറഞ്ഞത് നമ്മൾ പലപ്പോഴും പറഞ്ഞു പരിചയിച്ചു വരുന്ന പല സങ്കല്പങ്ങളെയും കുറിച്ചുള്ള പരിചിന്തനത്തിന് ഉതകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ചട്ടമ്പിസ്വാമികളുടെ സംഭാവനയെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മുൻപോ പിൻപോ കേരളത്തിൽ ഒരാൾക്കും സാധ്യമാകാത്ത ഒരു വലിയ സംഭാവന അദ്ദേഹത്തിൽ നിന്നുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് മുൻപുള്ള രണ്ടുപേരെയാണ് നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നത് ഈ കാര്യത്തിൽ. രണ്ട് കേരളീയന്മാരെ, ഒന്ന് ജഗദ്ഗുരുവായ ശങ്കരാചാര്യ സ്വാമികൾ, മറ്റൊന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ. അവരുടെ സംഭാവനകളിലേക്കൊന്നും ഞാൻ കടക്കാൻ ശ്രമിക്കുന്നില്ല, ഞാൻ അതിന് പ്രാപ്തനുമല്ല. പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് ചട്ടമ്പിസ്വാമികൾക്ക് ഒരു മഹാസംഭാവന ചെയ്യാൻ സാധിച്ചത് എന്ന് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കേരളം ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും മഹാമനീഷി ആര് എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യ സ്വാമികളല്ലാതെ മറ്റൊരു ഉത്തരമില്ല. അദ്ദേഹം രചിച്ചതൊക്കെ സംസ്കൃതത്തിലായിരുന്നു. അതുകൊണ്ടാണ് കാലാതിവർത്തിയായും ദേശാതിവർത്തിയായും ആ കൃതികൾ നിലനിൽക്കുന്നത്, ജനങ്ങളുടെ മുക്തിക്ക് മോചക മന്ത്രമായി ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് മറ്റൊരു രാഷ്ട്രീയം നമുക്ക് കാണാൻ സാധിക്കും. സംസ്കൃതം എന്ന ഭാഷ ഏറ്റവും സമർത്ഥമായി പഠിച്ച് ഉപയോഗിക്കാൻ സാധിക്കാത്തവർക്ക് സ്വമേധയാ അതിന്റെ രസം, അതിന്റെ ആന്തരികമായ അനുഭവം സ്വായത്തമാക്കാൻ സാധിക്കുകയില്ല എന്ന പരിമിതി ഇന്ത്യയിൽ എന്നല്ല ലോകത്ത് എവിടെയുമുള്ള മനുഷ്യർ നേരിടുന്നത് തന്നെയാണ്. എഴുത്തച്ഛന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. എഴുത്തച്ഛൻ ഒരേ സമയത്ത് ചട്ടമ്പിസ്വാമികൾ ചെയ്തതുപോലെ തന്നെ പാശ്ചാത്യമായ, ബാഹ്യമായ, വൈദേശികമായ അധിനിവേശത്തെ പ്രതിരോധിച്ചുകൊണ്ട് സ്വന്തം ഭാഷയെ വിമോചിപ്പിച്ച് ഉന്നമിപ്പിച്ച് കൊണ്ട് ജനകീയമായ നിലയിൽ ഒരു സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും അനുഭവം സംഭാവന ചെയ്തു എന്ന് മാത്രമല്ല, ഇടയ്ക്ക് ഞാൻ ആനുഷികമായി പറയുകയാണ്, കേരളത്തിൻ്റെതായിട്ടൊരു പരമാചാര്യനെ വേണം എന്ന് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുകയാണെങ്കിൽ അത് തുഞ്ചത്തെഴുത്തച്ഛനല്ലാതെ മറ്റാരുമാകാൻ പോകുന്നില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, രചിക്കപ്പെട്ടത് മുതൽ ഇന്നുവരെയും ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ വായനക്കാരുണ്ടായിക്കൊണ്ടിരിക്കുന്നതും കൂടുതൽ പ്രതികൾ ആവശ്യമായി കൊണ്ടിരിക്കുന്നതുമായ പുസ്തകം രചിച്ചത് എഴുത്തച്ഛനല്ലാതെ മറ്റൊരാളുമല്ല. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏത് സുപ്രധാന സന്ദർഭത്തിലും മുഹൂർത്തത്തിലും ആവശ്യത്തിനും ഉപയോഗിക്കാവുന്ന കൃതിയും എഴുത്തച്ഛൻ രചിച്ചതാണ്. അത് ജനന സമയത്തുള്ള ചടങ്ങിന് ഉപയോഗിക്കാം, പേരിടുന്ന സന്ദർഭത്തിൽ ഉപയോഗിക്കാം, ചോറൂണിന് ഉപയോഗിക്കാം, പിറന്നാളിന് ഉപയോഗിക്കാം, മരണസമയത്ത് ഉപയോഗിക്കാം, മരണ വീട്ടിൽ ഉപയോഗിക്കാം, മൃതദേഹം കിടക്കുമ്പോൾ ഉപയോഗിക്കാം, മരിച്ച ശേഷം ഉപയോഗിക്കാം. പഠിച്ചവനും പഠിക്കാത്തവനും അക്ഷരം അറിയാവുന്നവനും അറിയാത്തവൾക്കും തന്റെ ഇടം ഉണ്ടെങ്കിൽ ആർക്കും വായിക്കാം. അങ്ങനെ വായിച്ചതിന്റെ ചരിത്രമാണ് കേരളത്തിൽ കൂടുതലുള്ളത്. അക്ഷരം പഠിച്ചിട്ടില്ല,
തൻ്റെ ഇടം ഉള്ളത് കൊണ്ട് രാമായണം വായിച്ചതിന്റെ ചരിത്രമാണ് കേരളത്തിൽ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് നാട്ടും പുറത്തൊക്കെ പല വീടുകളിലും പലപ്പോഴും മറ്റുള്ളവരെ വിളിച്ചിരുത്തി പോലും ആളുകൾ വളരെ ഈണത്തിൽ വായിച്ചിട്ടുള്ളത് തത്തേ വരി കരി കത്തിരി എന്ന്. തൻ്റെ ഇടം മാത്രം ഉണ്ടായിരുന്നാൽ മതി വായിക്കാം. തത്തേ വരി കരി കത്തിരി, തത്തേ വരിക അരികത്തിരി. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സാധ്യത നമുക്ക് സമ്മാനിച്ചത് തുഞ്ചത്ത് എഴുത്തച്ഛനാണ്. ഇന്നും അദ്ദേഹത്തിന്റെ കൃതിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഭാഷാ പഠനത്തിന്റെ, ബോധനത്തിന്റെ, അധ്യാപനത്തിന്റെ ഒക്കെ ഉരകല്ലായി മാനകമായി ഇന്നും ശോഭിക്കുന്നതും എഴുത്തച്ഛന്റെ കൃതിയാണ്. ഈ എഴുത്തച്ഛനെ കുറെ ആളുകൾക്ക് ഇഷ്ടം ഇല്ല എന്ന് വരും. എഴുത്തച്ഛൻ സവർണനാണ്, പിന്തിരിപ്പനാണ്, മൂരാച്ചിയാണ്, ഫാസിസ്റ്റാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെ തട്ടിക്കളയണം. പക്ഷെ ഇതെല്ലാം പറയുന്ന ആളുകളും കർക്കിടക മാസം 1-ാം തീയതി അവരുടെ കച്ചവടം കൊഴിപ്പിക്കാനായിട്ട് അവരുടെ പ്രസിദ്ധീകരണത്തിൽ ഒരു നിലവിളക്ക് കൊളുത്തി വെച്ച് ഒരു അമ്മച്ചിയെ പിടിച്ച് ഒരു കൊച്ചു പെൺകുട്ടിയെ അടുത്ത് നിർത്തി പുസ്തകം തുറന്നു വെച്ചിരിക്കുന്ന ഫോട്ടോയോടുകൂടി മാത്രം അച്ചടിച്ച് നമുക്ക് തരും. അല്ലെങ്കിൽ ആ ദൃശ്യത്തോടു കൂടി മാത്രം അവരുടെ ദൃശ്യമാധ്യമത്തിൽ കൂടി അതിന്റെ വിളംബരം സാധ്യമാക്കുകയും ചെയ്യും. അവരെയും എഴുത്തച്ഛൻ ഒരു ശകാരവും കൊടുക്കാതെ അവർക്കും ഉള്ള അന്നത്തിന്റെ വക അദ്ദേഹം കൊടുത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വേറെ ആരുണ്ട് കേരളത്തിൽ? അപ്പൊ എഴുത്തച്ഛനെ കുറിച്ച് ഞാൻ അല്പം വഴിമാറിപ്പോയി എങ്കിലും അത് വിട്ടിട്ട് ഞാൻ വീണ്ടും ചട്ടമ്പി സ്വാമികളിലേക്ക് വരികയാണ്. ചട്ടമ്പി സ്വാമികൾ ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചാൽ, അതിനു മുൻപ് ഉണ്ടായിരുന്ന നവോത്ഥാനത്തിന് ബദലായിട്ടുള്ള ഒരു നവോത്ഥാനം ആണ് അദ്ദേഹം സൃഷ്ടിച്ചത്. അതിനു മുൻപ് അല്ലെങ്കിൽ ഇവിടെ പൊതുവായിട്ട് സാധ്യമായ നവോത്ഥാനം എന്ത് എന്ന് ചോദിച്ചാൽ അത് പാശ്ചാത്യമായ കൊളോണിയൽ ആയിട്ടുള്ള മോഡേണിറ്റിയാണ്. ആ കൊളോണിയൽ മോഡേണിറ്റിക്ക് കൗണ്ടറായിട്ട് കൗണ്ടർ മോഡേണിറ്റി അവതരിപ്പിക്കുക എന്നതാണ് ചട്ടമ്പി സ്വാമികൾ ചെയ്ത കർമ്മങ്ങളെ നിർദ്ധരിച്ചെടുത്താൽ നമുക്ക് കൈവരുന്ന മിച്ചം. അതാണ് അതിന്റെ മിച്ചമൂല്യം. ആ കൗണ്ടർ മോഡേണിറ്റി എങ്ങനെ അദ്ദേഹം സാധ്യമാക്കി? അതിനു മുൻപ് നമ്മുടെ ജ്ഞാന പാരമ്പര്യം പദ്യബന്ധിതമായിരുന്നു, പദ്യനിഷ്ഠമായിരുന്നു. നമ്മുടെ വ്യാകരണവും ജ്യോതിഷവും വൈദ്യവും ഉൾപ്പെടെയുള്ള എല്ലാ ജ്ഞാന പാരമ്പര്യവും എഴുതപ്പെട്ടത് ഛന്ദസ്കൃതമായിട്ട് പദ്യരൂപത്തിലാണ്. അച്ചടി ഇല്ലാതിരുന്നത് കൊണ്ട് ഓർത്തു വയ്ക്കാനുള്ള എളുപ്പത്തിനൊക്കെ ആയിട്ട് രൂപപ്പെടുത്തിയ പൂർവികന്മാർ വ്യവസ്ഥപ്പെടുത്തിയ മാർഗമാണ്. പക്ഷെ അച്ചടി നടപ്പിലായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഭയങ്കര പേടിപ്പെടുത്തുന്ന എന്ന അർത്ഥത്തിൽ തന്നെ വിപ്ലവം എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു ആശയം ഒരിടത്തുണ്ടായാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ അതിവേഗത്തിൽ സാധിക്കുമെന്ന് മാത്രമല്ല, ആ ആശയത്തെ പിന്നെയും നോക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമുള്ള സാധ്യതയും തെളിഞ്ഞു വന്നു. അപ്പൊ അച്ചടി നടപ്പിലായതോടുകൂടി ഈ പദ്യവത്കൃതമായിട്ടുള്ള ഭാഷോപയോഗം ആവശ്യമില്ല എന്നുള്ളത് ഈ കൊളോണിയൽ മോഡേണിസം കേരളത്തിൽ അവതരിപ്പിച്ചവർ തന്നെ മനസ്സിലാക്കിയിരുന്നു. ആ കൊളോണിയൽ ആശയങ്ങളെല്ലാം ഗദ്യകൃതികളിൽ കൂടെയാണ്, പ്രധാനമായിട്ടും ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതപ്പെട്ട കൃതികളിൽ കൂടിയാണ് നമ്മുടെ അരികിലേക്ക് വന്നെത്തിക്കൊണ്ടിരുന്നത്. ചട്ടമ്പി സ്വാമികൾ ആ മാർഗമാണ് സ്വീകരിച്ചത്. നാരായണ ഗുരുസ്വാമികൾ വരെയുള്ള ആചാര്യന്മാർ, മഹർഷിമാരെല്ലാം സംസ്കൃത ഭാഷയെ പദ്യത്തെ മാത്രം ഉപജീവിച്ച് പരമ്പരാഗതമായ മാർഗത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ വഴിമാറി നടക്കുന്നതിന്, ഒരു ചാലു കീറുന്നതിന് ആദ്യം ധീരനായി ഉദ്യമിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ, കവിയായിരുന്നിട്ടും കവിത വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഗദ്യത്തിലൂടെ അദ്ദേഹം രചിച്ച കൃതികൾ, ആ കൃതികൾ എന്ത് സാധ്യമാക്കി? ഒന്നാമതായിട്ട് മലയാളത്തിൽ വ്യവഹാര അപഗ്രഥനത്തിന്റെ മാർഗം, ക്രിട്ടിക്കൽ ഡിസ്കോഴ്സ് അനാലിസിസ് എന്നത് മലയാളത്തിൽ ആദ്യം നമുക്ക് തിരഞ്ഞാൽ കണ്ടെത്താൻ സാധിക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതികളിലാണ്. അതിഗഹനമായ വിഷയത്തെ ലളിതമായ മലയാളത്തിൽ സാമാന്യ മനുഷ്യന്റെ വ്യവഹാര ഭാഷയിൽ, നിത്യവ്യവഹാര ഭാഷയിൽ അദ്ദേഹം സമ്മാനിച്ചു. അത് മലയാളത്തിൽ ഒരു പുതിയ ജ്ഞാന നവോത്ഥാനത്തിന്റെ ഉദ്ഘാടനമായിരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ സാമൂഹിക നവോത്ഥാനത്തിന് ബദലായി ഒരു ജ്ഞാന നവോത്ഥാനം സാധ്യമാക്കുക എന്നതാണ് ചട്ടമ്പി സ്വാമികൾ ചെയ്തത്. ശങ്കരാചാര്യ സ്വാമികൾ മുതൽ നാരായണ ഗുരുസ്വാമികൾ വരെ
പിന്തുടർന്ന് അനുവർത്തിച്ച ഒരേ പാതയിൽ നിന്ന് അദ്ദേഹം മാറി ധീരനായിട്ട് ഏകനായിട്ട് സഞ്ചാരം തുടങ്ങിയതിന്റെ അവശേഷിപ്പ് ഈ ഗദ്യകൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഗദ്യകൃതികൾ കൊണ്ട് അദ്ദേഹം സാധിച്ചത് എന്താണ്? അദ്ദേഹം അക്ഷോഭ്യനായി ചെയ്തത് വളരെ പ്രധാനപ്പെട്ട 3 നിഷേധങ്ങളാണ്. നിഷേധങ്ങളുടെ യുക്തി കൊണ്ടാണ്, നിഷേധയുക്തി കൊണ്ടാണ് ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തിന്റെ അപഗ്രഥനങ്ങൾ, വ്യവഹാരങ്ങൾ മുഴുവൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അനുസരിച്ച് അനുഗമിച്ച് ഉള്ള ഒരു സമ്പ്രദായം അദ്ദേഹം സ്വീകരിച്ചില്ല. നിഷേധത്തിന്റെ യുക്തി കൊണ്ട്, താർക്കിക യുക്തി കൊണ്ട് നിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ നിലപാട് വെളിവാക്കിയതും അദ്ദേഹം തന്റെ ദർശനം ആവിഷ്കരിച്ചതും. അത് അദ്ദേഹം അങ്ങനെ ആവിഷ്കരിച്ചു. അതിനു മുൻപും പിൻപും ഒരാളും ആ വിധത്തിൽ ചെയ്തില്ല. എന്നിട്ടും എന്തുകൊണ്ട് ചട്ടമ്പിസ്വാമികൾ വേണ്ടത്ര മനസ്സിലാക്കപ്പെടാതെ പോയി, സ്വീകരിക്കപ്പെടാതെ പോയി എന്ന ചോദ്യം, ഇതാണല്ലോ ചോദ്യം. ആ ചോദ്യത്തിന് എന്റെ അന്വേഷണത്തിൽ 3 കാരണങ്ങളാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. 3 കാരണങ്ങൾ. ഒന്ന്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഭാരതീയ പാരമ്പര്യം അനുശാസിച്ചരക്കിട്ടുറപ്പിച്ചിരുന്ന ഒരു പദ്ധതിയെ അദ്ദേഹം വെല്ലുവിളിച്ചു എന്ന് മാത്രമല്ല, അക്ഷോഭ്യനായിട്ട് ഏകനായിട്ട് ആ മഹാ കോട്ടയ്ക്കകത്ത് കടന്നു ചെന്ന് അതിന്റെ ആണിക്കല്ല് പിഴുത് കോട്ടകൊത്തളങ്ങൾ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി നിലം പതിപ്പിച്ചു. അത് ആയിരക്കണക്കിന് വർഷമായിട്ട് വർണ്ണാശ്രമ ധർമ്മങ്ങളെ കുറിച്ചും ജാത്യാചാരങ്ങളെ കുറിച്ചും രാജപുരോഹിതന്മാരായ രാജഗുരുക്കന്മാരായ ബ്രാഹ്മണർ, ജാതി ബ്രാഹ്മണർ, ബ്രാഹ്മണൻ ബ്രാഹ്മണ്യം എന്നത് ചീത്ത വാക്കല്ല. ശ്രീനാരായണ ഗുരുവിനെ പോലെ, അമൃതാനന്ദമയി ദേവിയെ പോലെയുള്ള മഹാബ്രാഹ്മണർ ജന്മം കൊണ്ട് ഈ നാട്ടിൽ അത് ഒരിക്കലും നമുക്ക് മോശമായിട്ട് കാണേണ്ടതല്ല. ആ നിലയിലേക്ക് എത്തുക, ഉയരുക എന്നുള്ളതാണ് മനുഷ്യ ജന്മം കൊണ്ട് കൈവരിക്കേണ്ടത്. പക്ഷേ ജാതി ബ്രാഹ്മണ്യം അതല്ല ചെയ്തത്. അതുകൊണ്ടാണ് ശൂദ്രനും സ്ത്രീക്കും വേദം പഠിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു മന്ത്രമല്ല, ശാസ്ത്രമല്ല, ഒന്നുമല്ല. അത് വെറും ഒരു പറച്ചിലാണ്, പറഞ്ഞു ഉറപ്പിച്ച ഒരു ഉക്തിയാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ശൂദ്രനും സ്ത്രീക്കും വേദം പഠിക്കാൻ മാത്രമല്ല പഠിപ്പിക്കാനും സാധിച്ചിരുന്നതിന്റെ ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ട് ചട്ടമ്പിസ്വാമികൾ ആ യുക്തികളെ തകർത്തത്. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിന്ന ജാതിയുടെ ആധിപത്യത്തിൽ, അറിവിന്റെ കുത്തകാവകാശത്തിൽ പുലർന്നിരുന്ന വ്യവസ്ഥയെ അദ്ദേഹം തല്ലി തകർത്തു. അതാണ് വേദാധികാര നിരൂപണവും അദ്വൈത ചിന്താ പദ്ധതിയും കൊണ്ട് സാധ്യമായത്. ശ്രദ്ധിക്കുക, 2 ഗദ്യഗ്രന്ഥങ്ങളാണ്. പദ്യമായിട്ട് എഴുതാൻ പറ്റാത്തത് കൊണ്ടല്ല, ആവാത്തത് കൊണ്ടല്ല, പക്ഷെ അതല്ല ഇനിയുള്ള കാലത്തിന്റെ വഴി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ക്രാന്തദർശിയായതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു വിശേഷിപ്പിച്ചത് ഉത്ക്രാന്തൻ എന്ന്. അപ്പൊ അങ്ങനെ ഒരു ആയിരക്കണക്കിന് വർഷമായിട്ടുള്ള സുദൃഢമായ ഒരു വ്യവസ്ഥിതിയെ ഒറ്റയ്ക്ക് അക്ഷോഭ്യനായിട്ട് അദ്ദേഹം തകർത്ത് തരിപ്പണമാക്കി. ആ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാകാതിരിക്കുമോ? തീർച്ചയായും ഉണ്ടാകും. അതാണ് നടരാജഗുരു പറഞ്ഞത്, നിത്യചൈതന്യ യതിയോട് പറഞ്ഞത്, ഇത് എഴുതിയ കടലാസിന് തീ പിടിക്കാതിരുന്നത് ഭാഗ്യം എന്ന്. രണ്ടാമത്തത് എന്തായിരുന്നു? അത് ഈ കൊളോണിയൽ മോഡേണിറ്റി ഉൾപ്പെടെയുള്ള ലോക വ്യവസ്ഥിതിയെ സൃഷ്ടിച്ച സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ നേതൃത്വത്തിൽ ലോകത്ത് പുലർന്നുകൊണ്ടിരുന്ന ഒരു അധീശ വ്യവസ്ഥിതിയും അതിന്റെ വിശ്വാസ പ്രമാണങ്ങളും തന്ത്രപരമായും അധികാരത്തിന്റെ ഭരണത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചും നമ്മുടെ ബോധത്തിലേക്ക് അടിച്ചു കയറ്റുന്ന വ്യവസ്ഥിതിയോട് ഒരു ഗോതയിൽ ഇറങ്ങി നിന്ന് പൊരുതുന്നത് പോലെ, മല്ലനെ പോലെ നിന്ന് പൊരുതുന്ന രീതി അദ്ദേഹം അവലംബിച്ചതാണ്. അതിന്റെ സാക്ഷ്യമാണ് ക്രിസ്തുമത ഛേദനം. സ്വാഭാവികമായും ബ്രിട്ടീഷ് ഭരണം നടപ്പിലാകുന്ന ഈ രാജ്യത്ത് അദ്ദേഹത്തിന് എന്ത് സ്വാഗതം, എന്ത് സ്വീകാര്യത ഉണ്ടാകും, അതിനപ്പുറം എത്രത്തോളം രൂക്ഷമായിരിക്കും എതിർപ്പ്, അദൃശ്യമായിട്ടും നിശബ്ദമായിട്ടും എങ്കിലും എന്നും ആലോചിച്ചു നോക്കുക. ഇത് രണ്ടും സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്.
മൂന്നാമത്തതാണ് ഇന്നും ചട്ടമ്പിസ്വാമികളുടെ പ്രസക്തി വേണ്ട വിധത്തിൽ ഉജ്ജ്വലമായി തീരാതിരിക്കുന്നതിന് കാരണമായിരിക്കുന്ന വിഘാതം. അതെന്ത് എന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യമൊക്കെ കിട്ടി പുതിയ ജനാധിപത്യ വ്യവസ്ഥിതി പുലർന്നപ്പോൾ ഈ കൊളോണിയൽ ആധുനികത്വം നവോത്ഥാനം സമ്മാനിച്ച ജാതി ബോധത്തിന്റെ സൗകര്യങ്ങൾ, സാധ്യതകൾ തിരിച്ചറിഞ്ഞ സംഘങ്ങൾ, സംഘടനകൾ ജാതീയതയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത് എന്ന ആ ലക്ഷ്യം മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതിയോഗിയെ വേണമല്ലോ, സവർണൻ എന്ന ഒരു പ്രതിയോഗിയെ വേണമല്ലോ. ആ സവർണ പ്രതിയോഗിയുടെ പ്രതിപുരുഷനായിട്ട് ചട്ടമ്പിസ്വാമികളെ കാണുകയും അതിനോട് മല്ലിടുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രതിസ്ഥാനത്തേക്ക് മാറ്റി നിർത്തിയ അദ്ദേഹത്തിന്റെ രചനകളെ, അദ്ദേഹത്തിന്റെ സംഭാവനകളെ സ്വാഭാവികമായും പിന്തിരിപ്പനായിട്ടും മറ്റും അദ്ദേഹം അവിടെ നിലകൊള്ളും, അദ്ദേഹത്തെ അങ്ങനെ നിലനിർത്തും. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തത് എന്താണ്? 1880 ആദ്യത്തെ പുസ്തകം സർവമത സാമരസ്യത്തിലൂടെ ജാതി മത ഭിന്നതകളുടെ അർത്ഥശൂന്യത അദ്ദേഹം വെളിച്ചത്ത് കൊണ്ടുവന്നു. ഒരിക്കലും പ്രവൃത്തിയിൽ ജാതി ബോധം പ്രകടിപ്പിക്കാത്ത ജാതിയുടെ ലംഘകനായ ആദ്യത്തെ മഹർഷീശ്വരൻ, കേരളത്തിലെ ആദ്യത്തെ മഹർഷീശ്വരനാണ് ചട്ടമ്പിസ്വാമികൾ. ഈ അതിവർണാശ്രമിയായിട്ടുള്ള ആളിനെ അദ്ദേഹം സഹവസിച്ചതും അദ്ദേഹം ശിഷ്യത്വം നൽകിയതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തെ അങ്ങനെ ചെയ്തതിന്റെ പിന്നിലുള്ള ചേതോവികാരം നമുക്ക് മനസ്സിലാക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ പോയിന്റ് കൂടി വിശദമാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ചട്ടമ്പിസ്വാമികളുടെ ആ ജ്ഞാന നവോത്ഥാനത്തിന് അദ്ദേഹം ഗദ്യത്തിന്റെ മാർഗം ജാതിരഹിതമായ ഉപാധി കൂടാത്തതായിട്ടുള്ള ഒരു മാർഗം സ്വീകരിച്ചതിന്റെ ആ പിന്തുടർച്ചയാണ് പിന്നീട് ചരിത്രം ഏറ്റെടുത്തത്. പദ്യവത്കൃതമായിട്ടുള്ള പ്രബോധന രചനകൾക്ക് പിന്നീട് മലയാളത്തിൽ സ്വീകാര്യത ഉണ്ടായിട്ടില്ല. ഗദ്യത്തിലൂടെയും ഭാഷ്യങ്ങളിലൂടെയുമാണ് ഗഹനമായ തത്വവിചിന്തനങ്ങൾ ഇന്ന് മലയാളത്തിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ചട്ടമ്പിസ്വാമികളാണ് എൻ്റെ പ്രഥമ ഗുരു. അധ്യാത്മവിദ്യയിലേക്ക് എന്നെ ഉപനയിച്ചത് അദ്ദേഹമാണ്. അറിവിന്റെ തിരുവുടലാണ് സ്വാമികൾ. ഗുരുക്കന്മാരുടെ എല്ലാം ഗുരു, ഋഷീശ്വരന്മാരുടെ എല്ലാം ഋഷി എന്നിങ്ങനെ സ്വാമി ചിന്മയാനന്ദൻ വിശേഷിപ്പിച്ച ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തിന്റെ ഗൃഹസദസ്സുകളിലും സംഭാഷണങ്ങളിലും ഗദ്യരചനകളിലും കൂടെ നടപ്പിലാക്കിയ മാർഗമാണ് പിന്നീട് അധ്യാത്മവിദ്യയുടെ ദാർശനികതയുടെ വ്യാപനത്തിന്, വിനിയോഗത്തിന്, വിനിമയത്തിന് പിൽക്കാല ഗുരുക്കന്മാരെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത്. അവരാരും തന്നെ സംസ്കൃതം സ്വീകരിച്ചില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നുകിൽ അവർ മലയാള ഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ. കേരളത്തിന്റെ മഹാപുത്രന്മാരായിട്ടുള്ള 2 പേര് ലോകം മുഴുവൻ ഭഗവത്ഗീതയെയും നമ്മുടെ ദർശനങ്ങളെയും ലോകം മുഴുവൻ എത്തിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ചിന്മയാനന്ദ സ്വാമിയും രംഗനാഥാനന്ദ സ്വാമിയും. അപ്പൊ അങ്ങനെ ഒരു സാധ്യതയുടെ തുടക്കം കുറിച്ചത് ചട്ടമ്പിസ്വാമികളാണ്. എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിലുള്ള ദർശനത്തിന്റെ സാക്ഷാത്കാരമായിട്ടുള്ള മറ്റൊരു അത്ഭുതവും സ്വാമികളുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അമൃതാനന്ദമയി ദേവിയുടെ ജീവിതവും സംഭാവനകളും. 1853 ചട്ടമ്പിസ്വാമികൾ ജനിച്ചത്. കൃത്യം 100 വർഷം കഴിഞ്ഞപ്പോൾ 1953 ഏതൊരു മണ്ണിലാണോ ചട്ടമ്പിസ്വാമികളുടെ ഭൗതിക ശരീരം അലിഞ്ഞു ചേർന്നിരിക്കുന്നത്, അതേ മണ്ണിൽ പിറന്നിരിക്കുന്നു സ്ത്രീ രൂപത്തിൽ ഏറ്റവും അടിത്തട്ടിൽ നിന്നുള്ള ഒരു വീട്ടിൽ നിന്ന് അമൃതാനന്ദമയി ദേവി. ഏറ്റവും ലളിതമായ മലയാളത്തിൽ ഗദ്യത്തിൽ മാത്രം UNOയുടെ വേദിയിൽ വരെ അവർ തത്വവിചിന്തനം വിതറിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഏത് പാരമ്പര്യമാണ്, ഏത് മാർഗമാണ് കേരളത്തിന്റെ മുന്നേറ്റത്തിന് ഫലപ്രദമായി ഉപയുക്തമായിട്ട് ഇന്നും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് ചട്ടമ്പിസ്വാമികളുടെ സേവനത്തിന്റെ സാധ്യതകൾ എപ്രകാരമെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ ജ്ഞാന നവോത്ഥാനപരമായിട്ടുള്ള മറ്റു സംഭാവനകൾ ഏതെല്ലാം ഡിസിപ്ലിനുമായി, വിഷയവുമായി ബന്ധപ്പെട്ട് സാധ്യമായി എന്നതിനെ കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ ധാരാളമുണ്ട്. ധാരാളം സമയം വേണം.
ഇത് അതിന് പറ്റിയതല്ലാത്തത് കൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.